നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ LDFും അതിന് നേതൃത്വം കൊടുക്കുന്ന CPMും മറ്റൊരു വലിയ പ്രതിസന്ധിയെ നേരിടുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അത് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. ഇതിനോടകം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുണ്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ട് CPM സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമമുണ്ട്, ഒപ്പം തന്നെ ശബരിമലയിലെ ആര്യശിഷ്ട നെയ്യുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളുണ്ട്, ഒപ്പം ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് കാലത്തെ കരാർ ജീവനക്കാരുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവാദങ്ങൾ CPMനെയും LDFനെയും വിടാതെ പിന്തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ 4 സഖാക്കളാണ്, അതിൽ 3 CPM നേതാക്കളും ഒരു CPIയുടെ സഖാവും ഉൾപ്പെടെ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. മറ്റെല്ലാ വിഷയങ്ങളിലും ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇപ്പറയുന്ന പോലെ നടന്ന തട്ടിപ്പ് വെട്ടിപ്പ് കേരളത്തിലെ പൊതുജനങ്ങളുടെ കണ്ണ് തള്ളിക്കുന്ന തരത്തിലുള്ള വെട്ടിപ്പുകളും തട്ടിപ്പുകളുമാണ് നടന്നത് എന്ന് കഴിഞ്ഞ 2-3 ദിവസത്തെ വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ തന്നെ CPM ഇങ്ങനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായി നിൽക്കുമ്പോഴാണ് മറ്റൊരു ഇരുട്ടടി എന്ന നിലയിൽ മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ CPMനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം 2018 ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രധാനമായ വിധി പുറപ്പെടുവിക്കുന്നത്. അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് 4-1 എന്ന നിലയിലാണ് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. അതിന് പിന്നാലെ ആ വിധിയുടെ പശ്ചാത്തലത്തിൽ യുവതികളെ ശബരിമലയിൽ കയറ്റാൻ അന്നത്തെ 1-ാം പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങളും അതിനുശേഷം വലിയ നടന്ന സംഘർഷങ്ങളും ഒക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ പിന്നീട് അതൊന്ന് കെട്ടടങ്ങി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനെതിരെ നിരവധി പുനഃപരിശോധന ഹർജികൾ ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ മുന്നിലെത്തി. അതിനുശേഷം വന്ന ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ ഹർജികൾ പരിഗണിക്കുകയും അത് 3-2 എന്ന നിലയ്ക്ക് ഈ ഹർജികൾ പുനഃപരിശോധന ഹർജികൾ പരിഗണിക്കേണ്ടത് 9-അംഗ വിശാല ഭരണഘടനാ ബെഞ്ചാണ്. കാരണം ഇതിനകത്ത് വിശാലമായിട്ടുള്ള കൂടുതൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ വിശാലമായിട്ടുള്ള ഒരു വാദവും ചർച്ചയും ഒക്കെ തന്നെ വിശകലനവും ഒക്കെ തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വേണം എന്നതുകൊണ്ട് 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് അതിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. 9-അംഗ ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിലും അത് കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധി കാരണം ഹർജികൾ പരിഗണിക്കുകയോ അല്ലെങ്കിൽ ആ കേസിൽ വാദം നടക്കുകയൊന്നും ചെയ്തില്ല. പിന്നീട് അന്ന് രൂപീകരിച്ച 9-അംഗ ഭരണഘടനാ ബെഞ്ചിലെ ഏതാണ്ട് എല്ലാ ജഡ്ജിമാരും വിരമിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. അതിനകത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്ന ജഡ്ജ് എന്ന് പറയുന്നത് നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സൂര്യകാന്താണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ച് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പരിഗണനയ്ക്കെടുത്തു. ഏതാണ്ട് 68ഓളം പുനഃപരിശോധന ഹർജികൾ, ഒപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മതസ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളാണ് ഇത്രയും ഉള്ളത്. ഏതാണ്ട് 68ഓളം ഹർജികളാണ് പുനഃപരിശോധന ഹർജികൾ ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയത്. ഇന്ന് ഈ 3-അംഗ ബെഞ്ച് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള 3-അംഗ ബെഞ്ച് ഈ ഹർജികൾ പരിഗണിച്ച ശേഷം മുൻപ് നിശ്ചയിച്ചതുപോലെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ ഹർജികളിൽ വാദം കേൾക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഒരു 7 വിഷയങ്ങൾ എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്, ഈ ഹർജികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങളാണ് പരിഗണിക്കേണ്ടത് എന്ന് സംബന്ധിച്ചൊരു തീരുമാനത്തിലെത്തിയിരുന്നു. അത് ഒരു 7 കാര്യങ്ങളാണുള്ളത്. ആ 7 വിഷയങ്ങൾ പരിഗണിക്കും. ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ വേണ്ടി വന്നാൽ ആ വാദത്തിനിടയിൽ വേണ്ടി വന്നാൽ മറ്റു വിഷയങ്ങളും പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് നിശ്ചയിച്ചതുപോലെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ ഹർജികൾ മാറ്റിയിരിക്കുകയാണ്. ആ വാദം ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ 9-അംഗ ഭരണഘടനാ ബെഞ്ചിനെ രൂപീകരിക്കണം, അതിന് നേതൃത്വം കൊടുക്കുക സ്വാഭാവികമായിട്ടും ചീഫ് ജസ്റ്റിസ് തന്നെ ആയിരിക്കും. എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ ഈ 3-അംഗ ബെഞ്ച് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ഈ ഹർജികളിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കക്ഷികളെല്ലാവരും തന്നെ തങ്ങളുടെ നിലപാടുകൾ സുപ്രീം കോടതിയെ അറിയിക്കേണ്ടതുണ്ട്, ഈ ബെഞ്ചിനെ അറിയിക്കേണ്ടതുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന സമയപരിധി എന്ന് പറയുന്നത് മാർച്ച് 14 മാർച്ച് 14 മുൻപായിട്ട് ഈ കേസിലെ എല്ലാ കക്ഷികളും തങ്ങളുടെ നിലപാടുകൾ, ഈ പുനഃപരിശോധന ഹർജിയെ പിന്തുണയ്ക്കുന്നവര്, ഹർജിയെ എതിർക്കുന്നവര്, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരും തങ്ങളുടെ നിലപാടുകൾ എന്തൊക്കെയാണ് എന്നത് മാർച്ച് 14 എഴുതി നൽകണമെന്ന ഒരു നിർദ്ദേശം ഇന്നത്തെ 3-അംഗ ബെഞ്ച് നൽകിയിരിക്കുകയാണ്. അതായത് ഇന്ന് ഫെബ്രുവരി 16 ഇനി
ഈ മാസം 12 ദിവസമുണ്ട്, അടുത്ത മാസം 13 ദിവസം കൂടി കൂട്ടിയാൽ 25 ദിവസം മാത്രമാണ് ഈ നിലപാടുകൾ അറിയിക്കാൻ ശേഷിക്കുന്നത്. 25 ദിവസത്തിനകത്ത് നിലപാട് വ്യക്തമാക്കി എഴുതി സുപ്രീം കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. ഏപ്രിൽ 7-ന് അതിന്റെ അടിസ്ഥാനത്തിൽ വാദം തുടങ്ങും. അതിന് മുന്നോടിയായിട്ട് 9-അംഗ ഭരണഘടനാ ബെഞ്ചിനെ ചീഫ് ജസ്റ്റിസ് പുനഃസംഘടിപ്പിക്കും. ആ ബെഞ്ചാകും വാദം കേൾക്കുക. ആദ്യത്തെ 3 ദിവസം, അതായത് 7, 8, 9 തീയതികളിൽ ഈ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമാണ് നടക്കുക. അത് കഴിഞ്ഞാൽ 3 ദിവസം 16, 17, 18, അതായത് ഏപ്രിൽ 16, 17, 18 തീയതികളിൽ ഈ പുനഃപരിശോധനാ ഹർജികളെ എതിർക്കുന്നവരുടെ വാദം നടക്കും. അത് കഴിഞ്ഞാൽ 2 ദിവസം അമിക്കസ് ക്യൂറിയുടെ വാദം നടക്കും. അമിക്കസ് ക്യൂറിയായിട്ട് നേരത്തെ തന്നെ ഒരു അഭിഭാഷകനെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ന് മറ്റൊരു അഭിഭാഷകനെ കൂടി അമിക്കസ് ക്യൂറിയായിട്ട് നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ 2 അമിക്കസ് ക്യൂറിമാരാണുള്ളത്. അപ്പോൾ 2 ദിവസം അമിക്കസ് ക്യൂറിമാർക്കുള്ള വാദത്തിനും അവസരം കിട്ടും. അങ്ങനെ ഏപ്രിൽ 22-ാം തീയതി ഈ ഹർജികളിൽ വാദം പൂർത്തിയാക്കി ഉടൻ തന്നെ വിധി പറയാനുള്ള ഒരു നീക്കമാണ് സുപ്രീം കോടതി നടത്തുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ 3-അംഗ ബെഞ്ചിന് മുന്നിൽ ഈ പുനഃപരിശോധനാ ഹർജികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വന്നപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് തങ്ങൾ ഈ ഹർജികളെ പിന്തുണയ്ക്കുന്നു, പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നു എന്നതാണ്. അതായത് 2018-ലെ യുവതീ പ്രവേശനം ആ വിധി അത് പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്ന് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. അതേസമയം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത അദ്ദേഹം പറഞ്ഞത് സോഫാർ അതായത് ഇതുവരെ തങ്ങൾ ഈ പുനഃപരിശോധനാ ഹർജികളെ എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതായത് ഇപ്പോൾ തങ്ങളുടെ നിലപാട്, ഇതുവരെയുള്ള നിലപാടെന്ന് പറയുന്നത് എതിർക്കുക എന്നതാണ്. ഇനി എന്താണ് നിലപാട് എന്നുള്ളത് പിന്നീട് അറിയിക്കാം എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാർ ഇതുവരെയും ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഇനി അധിക നാള് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. മാർച്ച് 14-ന് മുൻപ് സംസ്ഥാന സർക്കാരിന് തങ്ങളുടെ നിലപാട് എഴുതി അറിയിക്കേണ്ടി വരും. അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് അടുത്തിരിക്കുകയാണ്. മാർച്ച് 14 എന്നൊക്കെ പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമൊക്കെ തന്നെ ചൂടുപിടിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ വാദം നടക്കുന്നത് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാലഘട്ടത്തിലായിരിക്കാം. ഏപ്രിൽ 2-ാം വാരത്തിന് ശേഷം ഒക്കെ ആയിരിക്കും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വലിയൊരു പ്രചരണ ആയുധമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് ശേഷം CPM-ന് ഉണ്ടായ തിരിച്ചടികൾ, 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി, അതിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് CPM വീടാന്തരം കയറിയിറങ്ങി ഗൃഹസന്ദർശനം നടത്തുകയും അതിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് 2025 സെപ്റ്റംബർ 20-ന് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ശബരിമലയുടെ വികസനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം, അതുപോലും ഈ പറയുന്ന ശബരിമല വിശ്വാസികൾക്ക്, ഹിന്ദു ഭക്തർക്കുണ്ടായ അല്ലെങ്കിൽ ഹിന്ദു മതത്തിനുണ്ടായ 2018-ലെ ആ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരുടെ ആ ഒരു വിഷമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ പറയുന്ന വിശ്വാസികളെയൊക്കെ തന്നെ ചേർത്ത് നിർത്തുന്നു എന്ന ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് LDF സർക്കാർ അവരുടെ നേതൃത്വത്തിൽ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം പമ്പയുടെ തീരത്ത് നടത്തിയത്. ശബരിമലയുടെ ഒരു മാസ്റ്റർ പ്ലാൻ രൂപകൽപ്പന ചെയ്യാനാണ്, അല്ലെങ്കിൽ ഒരു ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാണ് അത് സംഘടിപ്പിച്ചത്. പക്ഷേ അതിന് പിന്നിൽ രാഷ്ട്രീയം എല്ലാവർക്കും വ്യക്തമാണ്. ന്യൂനപക്ഷങ്ങൾ തങ്ങൾ നിന്നും അകന്നു എന്ന് മനസ്സിലായപ്പോൾ ഭൂരിപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നീക്കമാണ്. ഹിന്ദു വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഒരു നീക്കമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. എന്നാൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള മൊത്തം പുറത്തു വന്നത്. ഏറ്റവും ഒടുവിൽ ആ അയ്യപ്പ സംഗമം തന്നെ തട്ടിപ്പായിരുന്നു, അങ്ങേയറ്റത്തെ വെട്ടിപ്പായിരുന്നു എന്നത് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടത്. മുൻപ് നമുക്കറിയാം ശബരിമലയിലെ യുവതി പ്രവേശനത്തെ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ അതിനെ അംഗീകരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ആ കേസിന്റെ വാദഘട്ടത്തിലൊക്കെ തന്നെ യുവതി പ്രവേശനം വേണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ ഇനിയിപ്പോൾ എന്താകും നിലപാട്? കാരണം കഴിഞ്ഞിടയ്ക്ക് ഈ പറയുന്ന അയ്യപ്പ സംഗമം ഒക്കെ നടത്തി ഭക്തർക്കൊപ്പമാണ് തങ്ങൾ എന്ന് പറഞ്ഞ ഒരു സർക്കാർ, അവർക്ക് തങ്ങളുടെ നിലപാടിനി വ്യക്തമാക്കേണ്ടതുണ്ട്. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരൊക്കെ ഈ വിഷയത്തിൽ സർക്കാരിന് തങ്ങൾക്ക് വിശ്വാസമാണ്, സർക്കാർ ആണ് ഈ വിഷയത്തിൽ തങ്ങൾക്കൊപ്പം നിന്നത്, അവർ നിലപാട് മാറ്റാൻ സന്നദ്ധമായതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ടെന്നൊക്കെയുള്ള പ്രതികരണമാണ് നടത്തിയത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് CPM-ഉം LDF സർക്കാരും സ്വീകരിക്കുമെന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മാർച്ച് 14-ന് മുമ്പ് ആ നിലപാട് എഴുതി കൊടുക്കണം എന്നുള്ളത് വലിയ തരത്തിലുള്ളൊരു വെല്ലുവിളിയാണ് CPM-നും സർക്കാരിനും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
എന്താകും അവരുടെ നിലപാട് എന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം ഒന്നാകെ. കാരണം ഈ പുനഃപരിശോധനാ ഹർജികളെ എതിർക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, മറിച്ചാണ് ഈ പുനഃപരിശോധനാ ഹർജികളെ തങ്ങൾ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അംഗീകരിക്കുന്നു എന്നാണോ അവരുടെ നിലപാട് എന്നതും അറിയേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല. അദ്ദേഹം ഈ പറയുന്ന പാർട്ടിക്കും സർക്കാരിനുമൊക്കെ തന്നെ 2 നിലപാടാണ്. CPMന്റെ നിലപാട് തന്നെ സർക്കാർ സ്വീകരിക്കണമെന്നില്ല എന്നൊക്കെയുള്ള വിചിത്രവാദങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ താത്വികമായ അവലോകനം എങ്ങനെയാണ് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടത് എന്നറിയാത്തത് കൊണ്ട് അത് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നൊരു ദുഃഖം കൂടിയുണ്ട്. എന്തായാലും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് CPM എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുപ്രീം കോടതി വളരെ കർശനമായ നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ പറയുന്ന കേസിലെ ഒരു കക്ഷിയായിരുന്ന മുൻ തന്ത്രി കണ്ഠർ രാജീവരുടെ അഭിഭാഷകൻ V ഗിരി ഈ അഭിപ്രായം എഴുതി കൊടുക്കാൻ, തങ്ങളുടെ നിലപാട് എഴുതി കൊടുക്കാനുള്ള സമയപരിധി നീട്ടണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചു. മാർച്ച് 14 എന്നുള്ളത് നീട്ടണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. കാരണം ഇനി അധികം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല, ഇതിൽ കുറേ വർഷമായിരിക്കുന്ന ഒരു കേസാണ്. ആ ഒരു നിലപാട് കൊണ്ടാകാം കോടതി പറഞ്ഞത് ഇനി അത് അധിക സമയം തരാൻ പറ്റില്ല, മാർച്ച് 14 തന്നെ നിലപാടുകൾ എഴുതി അറിയിക്കണം. അങ്ങനെ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയക്രമമുണ്ട്. വാദം ഏപ്രിൽ 7 തുടങ്ങി ഏപ്രിൽ 22 അവസാനിപ്പിക്കുക, അതിനുശേഷം വിധി പറയാനായിട്ട് മാറ്റുക. വിധി എഴുതി 2-3 മാസത്തിനകത്ത് തന്നെ വിധി പറയുക എന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സമയം അധികമായിട്ട് വേണമെന്നുള്ള ഒരു ആവശ്യം പോലും കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാർച്ച് 14 ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നിലവിലെ LDF സർക്കാരിന്റെ നിലപാട് എന്തെന്നുള്ളത് വ്യക്തമാക്കേണ്ട ഒരു വലിയ ബാധ്യതയാണ് പിണറായി വിജയൻ സർക്കാരിന് മുന്നിൽ വന്നിരിക്കുന്നത്.